الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله سبحانه وتعالى വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു هو الذي أرسل رسوله بالهدى ودين الحق ശരിയായ സന്മാർഗവും സത്യദീനും ഹക്കും ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് റസൂലിനെ അയച്ചിരിക്കുന്നു. അങ്ങനെ റസൂലിനെ അയച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റസൂലിനെ പിൻപറ്റുക, ആ റസൂലിനെ അനുസരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞതായി കാണാം, ഖുൽ അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. എത്രയോ തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നത് അത് അല്ലാഹുവിനെ അനുസരിക്കുന്നത് പോലെയാണ്. അല്ലാഹു പറഞ്ഞു, മൻ യുതഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത് അവൻ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത് അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ഉമ്മതി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ, എൻ്റെ ഉമ്മത്തിൽ എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ് വിസമ്മതിച്ചവരൊഴികെ. സഹാബത്ത് ചോദിക്കുകയാണ്, വമൻ യഅബ, ആരാണ് റസൂലെ വിസമ്മതിച്ച ആളുകൾ, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ച ആളുകൾ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്നത വമൻ അസാനി ഫഖദ് അബ, ആരാണോ എന്നെ അനുസരിക്കുന്നത്, ആരാണോ എനിക്ക് കീഴ്പ്പെടുന്നത്, എന്റെ കൽപ്പനകൾ അനുസരിക്കുന്നത്, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്നാൽ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നവർ, ആ റസൂലിനെ ധിക്കരിക്കുന്ന ആളുകൾ, അവരാണ് വിസമ്മതിച്ചവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലിന്റെ ചര്യ, ആ സുന്നത്ത്, അത് മുറുകെ പിടിക്കുക എന്നതിലാണ് നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പക്കൽ ഒരു വ്യക്തി വിജയിച്ചവനായി തീരുന്നത് റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഹിദായത്ത്, ആ ഹിദായത്ത് ലഭിക്കാനുള്ള ഒരു മാർഗമായി, കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തബിഊഹു ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുകയാണെങ്കിൽ, അഥവാ റസൂലിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾക്ക് നേർമാർഗം പ്രാപിക്കാം, നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ റസൂലിനെ പിൻപറ്റുക എന്നത് അത് നമ്മുടെ ഹിദായത്തിലുള്ള ഒരു കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, കാന മൻ മളാ മിൻ ഉലമാഇനാ യഖൂലൂൻ, നമ്മുടെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാർ, ഉലമാക്കൾ, അറിവുള്ള ആളുകൾ, അവർ പറയുമായിരുന്നു, അൽഇഅ്തിസാമു ബിസ്സുന്നതി ലജാതുൻ, സുന്നത്ത് മുറുകെ പിടിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അത് മുറുകെ പിടിക്കുക, അതിലാണ് വിജയമുള്ളത് എന്ന് നമ്മുടെ മുൻകഴിഞ്ഞ ഉലമാക്കൾ, പണ്ഡിതന്മാർ, അവർ വസിയ്യത്ത് നൽകിയതായി, അവർ പറയാറുണ്ടായിരുന്നതായി ഇമാം സുഹ്രി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അൻ ഉസ്മാൻ ഇബ്നുൽ ഹാദിർ അൽ അസ്ദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഖുൽതു ലിബ്നി അബ്ബാസ്, ഞാൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് ചോദിച്ചു, ഔസിനി, താങ്കൾ എനിക്ക് വസിയ്യത്ത് നൽകുക, എനിക്ക് താങ്കൾ ഉപദേശം നൽകുക. ഈ സമയത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം കൊടുക്കുന്ന വസിയ്യത്ത് എന്താണ്? അലൈക ബിൽ ഇസ്തിഖാമ, നീ ഈ ദീനിൽ അടിയുറച്ചു നിൽക്കുക. അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചത്
അതുപോലെ നേരെ ചൊവ്വെ നീ നിലകൊള്ളുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, റസൂലിനോട് പറഞ്ഞതായി കാണാം, ഫസ്തഖിം കമാ ഉമിർത്, റസൂലെ താങ്കൾ എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ താങ്കൾ നേരെ ചൊവ്വെ നിലകൊള്ളുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വത്തിബാഇൽ അസർ, നീ റസൂലിന്റെ സുന്നത്തുകൾ, റസൂലിന്റെ ചര്യകൾ, കാലടിപ്പാടുകൾ അതിനെ നീ അനുധാവനം ചെയ്യുക, അതിനെ നീ പിൻപറ്റുക. വഇയ്യാക വത്തബദ്ദുഅ, നീ ബിദ്അത്തുകളെ സൂക്ഷിക്കുക, അത് നീ ഉപേക്ഷിക്കുക. ദീനിലേക്ക് പുതുതായി കടന്നു വരുന്ന പുത്തനാചാരങ്ങൾ, പുത്തൻ കർമ്മങ്ങൾ അതിനെ നീ സൂക്ഷിക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വസിയ്യത്ത് നൽകിയതായി, ഉപദേശം നൽകിയതായി കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് മുറുകെ പിടിക്കുക. അതിലാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാനുള്ള ഒരു കാരണമാണതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, വഅഖീമുസ് സ്വലാ, നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും, വആതുസ് സകാത, സകാത്ത് നൽകുകയും, വഅതീഉർ റസൂല, റസൂലിനെ അനുസരിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് ലഅല്ലകും തുർഹമൂൻ, അങ്ങനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, സകാത്ത് നൽകുകയാണെങ്കിൽ, അതുപോലെ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റഹ്മത്ത് നൽകപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹബ്ബത്ത്, അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് റസൂലിനെ പിൻപറ്റുക, റസൂലിനെ അനുധാവനം ചെയ്യുക എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, റസൂലെ താങ്കൾ പറഞ്ഞുകൊള്ളുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, യുഹ്ബിബുകുമുല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാദിഹിൽ ആയത്തുൽ കരീമതു ഹാകിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ, അത്തരത്തിൽ വാദിക്കുന്ന ആളുകളുടെ മേൽ വിധി തീർപ്പാക്കുന്ന ഒരു ആയത്താകുന്നു ഇത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വലൈസ ഹുവ അല ത്വരീഖത്തിൽ മുഹമ്മദിയ്യ ഫഇന്നഹു കാദിബുൻ ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംർ, ഒരു വ്യക്തി അവൻ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടെന്ന് വാദിക്കുന്നവനാണ്, പക്ഷേ അവൻ മുഹമ്മദ് നബിയുടെ മാർഗത്തിലല്ല എങ്കിൽ അവന്റെ ആ വാദം തന്നെ കളവാകുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ഹത്താ യത്തബിഅ അശ്ശർഅൽ മുഹമ്മദിയ്യ വദ്ദീന നബവിയ്യ ഫീ ജമീഇ അഖ്വാലിഹി വ അഹ്വാലിഹി, അവന്റെ എല്ലാ അവസ്ഥകളിലും അവന്റെ എല്ലാ നിലപാടുകളിലും അവൻ മുഹമ്മദ് നബി കൊണ്ടുവന്ന ദീനിനെ പിൻപറ്റുന്നത് വരെ അവന്റെ ആ വാദം അത് ശരിയാവുകയില്ല, അവന്റെ ആ വാദത്തിൽ അവൻ കളവ് പറഞ്ഞിരിക്കുന്നവനാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖാല ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ലൈസ ശഅ്നു അൻ തുഹിബ്ബ, നീ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതിലല്ല കാര്യം, മറിച്ച് ഇന്നമ ശഅ്നു അൻ തുഹബ്ബ, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടാൻ, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ നാം റസൂലിനെ പിൻപറ്റേണ്ടതുണ്ട്. നമ്മിലേക്ക് അല്ലാഹു അയച്ച ആ റസൂലിനെ പിൻപറ്റുക എന്നത് അത് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം, അർക്കാനുൽ ഇസ്ലാമിൽ ഒന്നാമതായി നാം പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതോടുകൂടി ആ റസൂലിനെ പിൻപറ്റൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സലഫുകൾ അവർ പറഞ്ഞതായി കാണാം, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ്, ചില ആളുകൾ അവരെന്ത് വാദിച്ചു, ഞങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ്, അള്ളാഹുവിനോട് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ മഹബ്ബത്തുണ്ട് എന്ന് ചില ആളുകൾ വാദിച്ചു. ആ സന്ദർഭത്തിൽ ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ, ഈ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹു അത്തരത്തിലുള്ള ആളുകളെ അവരെ പരീക്ഷിക്കുകയാണ്.
നിങ്ങൾ അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്ന് വാദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ റസൂലിനെ പിൻപറ്റേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗം, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന മാർഗം അത് നമുക്ക് അറിയിച്ചു നൽകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂലിലൂടെയല്ലാതെ അള്ളാഹുവെ കുറിച്ചറിയാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, ഇത്തബിഉ വലാ തബ്തദിഉ, നിങ്ങൾ പിൻപറ്റുക, നിങ്ങൾ പുതുതായി ഒന്നും ഉണ്ടാക്കരുത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഖദ് കുഫീതും, നിങ്ങൾക്കത് തന്നെ മതിയായതാണ്. അഥവാ അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും അത് രണ്ടും തന്നെ നിങ്ങൾക്ക് മതിയായതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റുകയാണ് വേണ്ടത്. അതല്ലാതെ അതിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ, ആ ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത മറ്റ് കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കരുത്. അദ്ദേഹം അവിടുന്ന് വിലക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വകുല്ലു ബിദ്അത്തിൻ വലാലത്തുൻ, എല്ലാ ബിദ്അത്തും അത് വഴികേടാണ്, അത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്നതാണ്. അദ്ദേഹം പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ വലാലത്തുൻ വഇൻ റആഹ അന്നാസു ഹസനതൻ, എല്ലാ ബിദ്അത്തും ദീനിലേക്ക് കടത്തിക്കൂട്ടിയ എല്ലാ ബിദ്അത്തുകളും, അത് വിശ്വാസമായിക്കൊള്ളട്ടെ, ആചാരങ്ങളായിക്കൊള്ളട്ടെ, അനുഷ്ഠാനങ്ങളായിക്കൊള്ളട്ടെ, ദീനിലേക്ക് കടത്തിക്കൂട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും പരിചയമില്ലാത്ത കാര്യങ്ങൾ, അതെല്ലാം ബിദ്അത്താണ്. ജനങ്ങൾ അത് നല്ലതായി കണ്ടാലും, അത് നല്ലതാണ് എന്നവർ അഭിപ്രായപ്പെട്ടാലും അതെല്ലാം ബിദ്അത്താകുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇബാദത്തുകൾ, നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ, അതിന്റെ അടിസ്ഥാനം എന്താണ്? അൽ ഇബാദാതു തൗഖീഫിയ്യത്തുൻ, അത് ഖുർആനിലും സുന്നത്തിലും എവിടെ വന്നുവോ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ അനുവാദമുള്ളൂ. അതല്ലാത്തതൊന്നും നിർവഹിക്കാൻ, പ്രവർത്തിക്കാൻ നമുക്ക് അനുവാദമില്ല. അതാണ് ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വൽ ഇബാദാതു മബ്നാഹ അല സുന്നത്തി വൽ ഇത്തിബാ, ഇബാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? അത് സുന്നത്തിലും അതുപോലെ റസൂലിനെ അനുധാവനം ചെയ്തുകൊണ്ടും അതിന്മേലാണ് ഇബാദത്തുകൾ പടുത്തുയർത്തപ്പെടുന്നത്. ലാ അലൽ ഹവാ വൽ ഇബ്തിദാ, അതല്ലാതെ ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടിയ ബിദ്അത്തുകളുടെ, അതല്ലെങ്കിൽ ദേഹേച്ഛയുടെ മേലിലല്ല ബിദ്അത്തുകൾ അത് ഉണ്ടാക്കപ്പെടുന്നത്, ഇബാദത്തുകൾ ഉണ്ടാക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് പഠിക്കുക, ആ സുന്നത്തിനെ അനുധാവനം ചെയ്യുക, ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. നാം എത്രത്തോളം സുന്നത്ത് പാലിക്കുന്നുണ്ടോ, റസൂലിന്റെ സുന്നത്തിനോട് നാം എത്രത്തോളം അടുക്കുന്നുണ്ടോ, അത്രത്തോളം നമുക്ക് അള്ളാഹുവിന്റെ പക്കൽ പ്രതിഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. നാം എല്ലാവരും മഗ്രിബ് നമസ്കരിച്ചു, ഒരു ഇമാമിന്റെ പിറകിലായി നാം എല്ലാവരും മഗ്രിബ് നമസ്കരിച്ചു. 3 റക്അത്താണ് നമസ്കരിച്ചത്. എല്ലാവരും ഒരേ പ്രാർത്ഥനയാണ് ചൊല്ലിയത്. നമസ്കാരത്തിന്റെ രൂപമെല്ലാം ഒരുപോലെയാണ്. പക്ഷേ നമസ്കരിക്കുന്ന എല്ലാവർക്കും ഒരേ പ്രതിഫലമല്ല അള്ളാഹു രേഖപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യക്തി നമസ്കാരത്തിൽ നിന്ന് അവൻ നമസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ അവനക്ക് നമസ്കാരത്തിന്റെ 10-1 രേഖപ്പെടുത്തുന്നത്. ചില ആളുകൾക്ക് നമസ്കാരത്തിന്റെ 9-1 പ്രതിഫലമാണ് രേഖപ്പെടുത്തുന്നത്. ചില ആളുകൾക്ക് 8-1, ചിലർക്ക് 7-1, ചിലർക്ക് 6-1, ചിലർക്ക് നമസ്കാരത്തിന്റെ പകുതിയാണ് രേഖപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഈ പ്രതിഫലത്തിൽ മാറ്റങ്ങൾ വരുന്നത്? ഒരേ പോലെ നമസ്കരിച്ചവർ ബാഹ്യമായി നോക്കുമ്പോൾ എല്ലാവരുടെ നമസ്കാരവും ഒരുപോലെയാണ്. പക്ഷേ അവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടാകാനുള്ള കാരണം എന്താണ്? അവർ ആ നമസ്കാരത്തിലുള്ള അവരുടെ ഖുശൂ', അതുപോലെ നമസ്കാരത്തിലുള്ള അവരുടെ ഇഖ്ലാസ്, അതുപോലെ ആ നമസ്കാരം അത് റസൂലിന്റെ നമസ്കാരവുമായി എത്രത്തോളം യോജിക്കുന്നുണ്ട്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പക്കൽ ആ നമസ്കാരത്തിലുള്ള പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് സുന്നത്ത് പഠിക്കുക, റസൂലിന്റെ സുന്നത്തിനോട് യോജിച്ചതാക്കുക. നമ്മുടെ ഓരോ കർമ്മങ്ങളും അത് അപ്രകാരമായിരിക്കുവാൻ നാം അങ്ങേയറ്റം
പരിശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ബിദ്അത്തുകളെ കുറിച്ച്, റസൂലിന്റെ സുന്നത്തിന് എതിരായ കാര്യങ്ങൾ അത് നാം പഠിക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തുകൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന കാര്യങ്ങൾ അതേതാണ് ഇത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അതാണ് മഹാനായ സഹാബി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, കാന الناس يسألون رسول الله صلى الله عليه وسلم عن الخير. ജനങ്ങളൊക്കെ റസൂലിനോട് ഖൈറിനെ കുറിച്ച്, നന്മയെ കുറിച്ച് അവർ ചോദിക്കാറുണ്ട്. നന്മയുടെ അവസരങ്ങൾ, നന്മയുടെ മാർഗങ്ങളെ കുറിച്ച് ജനങ്ങൾ റസൂലിനോട് ധാരാളമായി ചോദിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വകുൻതു അസ്അലുഹു അനിശ്ശർ. ഞാൻ റസൂലിനോട് ചോദിക്കാറുള്ളത് തിന്മകളെ കുറിച്ചാണ്. തിന്മകളുടെ അത് കടന്നു വരുന്ന മാർഗങ്ങൾ, ആ തിന്മകളുടെ കടന്നുകയറ്റം, അതിനെക്കുറിച്ചാണ് ഞാൻ റസൂലിനോട് ധാരാളമായി ചോദിക്കാറുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മഖാഫത അൻ യുദ്രികനി. എന്തുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം ചോദിക്കാനുള്ള കാരണം? ആ തിന്മകൾ എന്നെ പിടികൂടുമോ, ആ തിന്മയിൽ ഞാൻ അകപ്പെട്ടു പോകുമോ എന്ന ഭയം കാരണത്താൽ തിന്മകളെ കുറിച്ച് ഞാൻ റസൂലിനോട് ധാരാളമായി ചോദിക്കാറുണ്ട് എന്ന് മഹാനായ സഹാബി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഒരു കവി പറഞ്ഞതായി കാണാം, അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലിതവഖീഹി. അറഫ്തു ശർറ, ഞാൻ ശർറിനെ മനസ്സിലാക്കി, തിന്മകളെ ഞാൻ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി. എന്തിനു വേണ്ടിയാണ്? ലാ ലിശ്ശർരി, ആ തിന്മ ചെയ്യുവാനല്ല, ആ തിന്മയുടെ വക്താവാകുവാനല്ല, ലാകിൻ ലിതവഖീഹി, ആ തിന്മയിൽ നിന്ന് ഒരു പരിചയ സ്വീകരിക്കുവാൻ, ആ തിന്മ എന്നെ ബാധിക്കാതിരിക്കുവാൻ ഞാൻ തിന്മകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി, ഞാൻ പഠിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വമൻ ലാ യഅരിഫു ശർറ മിനൻ നാസി യഖഉ ഫീഹി. ജനങ്ങളിൽ തിന്മകളെ കുറിച്ച് അറിയാത്തവൻ, തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ, അവർ ചിലപ്പോൾ തിന്മയിൽ വീണുപോകാൻ, അതിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു കവി പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ നിർവഹിക്കുന്ന ഓരോ ഇബാദത്തുകളും അത് റസൂലിന്റെ സുന്നത്തുമായി നാം താരതമ്യം ചെയ്തു നോക്കുക. ബിദ്അത്തുകൾ കടന്നു വരുന്നുണ്ടോ, അതല്ലെങ്കിൽ റസൂലിന്റെ ചര്യയോട് എതിരാകുന്നുണ്ടോ എന്നുള്ളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില പിഴവുകൾ, ചില അബദ്ധങ്ങളാണ്. നമസ്കരിക്കുന്ന ആളുകൾ അവരിൽ സംഭവിക്കാവുന്ന ചില പിഴവുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നാം വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ആൾ, അവനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. നമസ്കാരത്തിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, നമസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വിശദമായി നാം പഠിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വ്യക്തിയുടെ അവന്റെ കർമ്മങ്ങളിൽ വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യുന്നത് അത് അവന്റെ നമസ്കാരത്തെ കുറിച്ചാണ്. ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ്. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവന് വിജയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അവന് വിജയിക്കുന്നതാണ്, അവന് വിജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിർ. ഇനി ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അവൻ പരാജയപ്പെടുകയാണെങ്കിൽ, ഫഖദ് ഖാബ വഖസിർ, ആ നമസ്കാരം മോശമാവുകയാണെങ്കിൽ അവൻ പരാജയപ്പെട്ടിരിക്കുന്നു, അവൻ നഷ്ടക്കാരിലായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അവൻ ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ ബാധ്യതയായി തീരുന്ന, നിർബന്ധ ബാധ്യതയായി തീരുന്ന ഒന്നാമത്തെ കാര്യം അത് നമസ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനവുമായി അവിടത്തേക്ക് യമനിലേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുകയാണ്, അദ്ദേഹത്തെ അയക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ഫഇദാ ജിതഹും, നീ അവരിലേക്ക് ചെന്നാൽ, ഫദ്ഉഹും
إلى أن يشهدوا أن لا إله إلا الله وأن محمدا رسول الله നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ കലിമത്തു ഷഹാദയിലേക്കാണ് നീ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത്. ഫഇൻഹും അതാഉക ബിദാലിക്, അവർ ആ വിഷയത്തിൽ താങ്കളെ അനുസരിച്ചാൽ, അവരതിന് കീഴ്പ്പെട്ടാൽ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ, ഫഅഖ്ബിർഹും, പിന്നീട് താങ്കൾ അവരെ അറിയിക്കണം, അന്നല്ലാഹ അസ്സ വജല്ല ഫറദ അലൈഹിം ഖംസ സ്വലവാത്തിൻ ഫീ യൗമിൻ വലൈലത്തിൻ, അല്ലാഹു ഒരു ദിവസം 5 നേരം നിങ്ങളുടെ മേൽ നിർബന്ധ നമസ്കാരങ്ങൾ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് നീ അവരെ അറിയിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ അർക്കാനുൽ ഇസ്ലാം, അതിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്, നമസ്കാരം എന്ന് പറയുന്നത്. ആ നമസ്കാരത്തിൽ വരുന്ന പിഴവുകൾ, ആ നമസ്കരിക്കുന്ന ആളുകളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, അത് പഠിക്കുകയും അത് പൂർണ്ണമായും ഒഴിവാക്കുവാനും ഉപേക്ഷിക്കുവാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച കാര്യമാണ് അൽ വുദു. അവിടുന്ന് പറഞ്ഞു, മിഫ്താഹുസ് സ്വലാത്തി അത്തുഹൂർ, നമസ്കാരത്തിലേക്കുള്ള ആ നമസ്കാരത്തിന്റെ താക്കോൽ അതാണ് ശുദ്ധി വരുത്തുക എന്നുള്ള കാര്യം. അഥവാ വുദു ചെയ്യുക, വലിയ അശുദ്ധിയിൽ നിന്നും ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി വരുത്തുക എന്നുള്ളത്, വുദു ചെയ്യുക എന്നുള്ളത്, അത് നമസ്കാരത്തിന്റെ താക്കോലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂലിന്റെ വുദൂഉമായി നമ്മുടെ വുദൂഇനെ നാം തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. നാം നിർവഹിക്കുന്ന വുദൂ അതിൽ പിഴവുകളുണ്ടോ? റസൂലിന്റെ വുദൂഉമായി നമ്മുടെ വുദൂഅ് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വുദൂഇൽ സംഭവിക്കുന്ന പിഴവുകളാണ് ഇൻഷാ അല്ലാഹ് നാം ആദ്യമായി പറയുന്നത്. ഒന്നാമത്തേത്, വുദൂഇന്റെ ആരംഭത്തിൽ നിയ്യത്ത് അത് നാവ് കൊണ്ട് പറയുക എന്നുള്ളതാണ്. നമുക്കറിയാം, നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉദ്ദേശം, കരുതൽ എന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അന്നിയ്യതു മഹല്ലുഹാ അൽ ഖൽബ്, നിയ്യത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അത് ഹൃദയമാണ്. അത് നാം നാവ് കൊണ്ട് പറയേണ്ടതില്ല. റസൂലിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഒരാളിൽ നിന്നും നിയ്യത്ത് ചൊല്ലി പറയുക എന്നുള്ള കാര്യം അത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ നിയ്യത്ത് ഉറക്കെ പറയുക എന്നുള്ളത് അത് ദീനിലില്ലാത്ത കാര്യമാണ്, ബിദ്അത്തായ കാര്യമാണ്. എന്താണ് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ? വുദൂ ചെയ്യുമ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് വുദൂ എടുക്കുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് വുദൂ എടുക്കുന്നത്, ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നമസ്കരിക്കാൻ വരുമ്പോൾ നാം വുദൂ എടുക്കുന്നുണ്ട്, അത് നിസ്കരിക്കാൻ വേണ്ടിയാണ്. അത് നമ്മുടെ മനസ്സിലുണ്ട്. നാം വീട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ പള്ളിയിലേക്ക് വരികയാണ്. ആ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു നിയ്യത്തുണ്ട്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയാണ്, അസർ നമസ്കരിക്കുന്നതിനാണ് പോകുന്നത്. അത് വീട്ടിൽ നിന്ന് വുദൂ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, അതാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് വുദൂ എടുക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്. എല്ലാ ഇബാദത്തുകളും അത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അത് നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ട ആവശ്യമില്ല. അത് റസൂലിനും സഹാബത്തിനും പരിചയമില്ലാത്ത കാര്യമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നാം വുദൂ എടുക്കുന്നത് അതൊരു ബക്കറ്റിൽ നിന്നാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വലിയൊരു പാത്രത്തിൽ നിന്നാണ് വുദൂ എടുക്കുന്നത്. അതുപോലെ തന്നെ നാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണെങ്കിൽ നാം നമ്മുടെ കൈ ആ ബക്കറ്റിലേക്ക്, ആ പാത്രത്തിലേക്ക് നേരിട്ട് പ്രവേശിപ്പിക്കാൻ പാടില്ല. മറിച്ച് ഒരു പാട്ട കൊണ്ട് വെള്ളമെടുത്ത് നമ്മുടെ 2 കൈകളും ആദ്യം വൃത്തിയാക്കിയതിന് ശേഷമേ ആ പാത്രത്തിലേക്ക് നമ്മുടെ കൈ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, വഇദസ്തൈഖദ അഹദുകും മിൻ നൗമിഹി, നിങ്ങളിൽ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഫൽയഗ്സിൽ യദഹു ഖബ്ല അൻ യുദ്ഖിലഹാ ഫീ വദൂഇഹി, അവൻ തന്റെ വുദൂ എടുക്കുന്ന ആ പാത്രത്തിലേക്ക് തന്റെ കൈകൾ പ്രവേശിക്കുന്നതിന് മുൻപായി അവ രണ്ടും അവൻ കഴുകിക്കൊള്ളട്ടെ.
അതിന്റെ കാരണം എന്താണ്? റസൂലുള്ളാഹി പറയുന്നു ഫഇന്ന അഹദകും ലാ യദ്രി ഐന ബാതത് യദുഹു. കാരണം അവന്റെ കൈകൾ അത് രാത്രി ഉറങ്ങുന്ന സമയത്ത് അതെവിടെയൊക്കെയാണ് സ്പർശിച്ചത് എന്നവൻ അറിയുകയില്ല. അതിൽ ചിലപ്പോൾ നജസ്സുകൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് അവൻ കൈകൾ കഴുകിയതിന് ശേഷമേ ഇത്തരത്തിലുള്ള പാത്രങ്ങളിലേക്ക് കൈകൾ പ്രവേശിപ്പിക്കാവൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി വുദൂഇന്റെ ആരംഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടതില്ല. മറിച്ച് ബിസ്മില്ലാ, റസൂലുള്ളാഹി ബിസ്മി പറയാൻ പറഞ്ഞ സന്ദർഭത്തിൽ അവിടെ ബിസ്മില്ലാ എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അത് പൂർണ്ണമായി പറയേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് മാത്രം പറയുക. ഇനി വുദൂഇന്റെ രൂപത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെങ്കിൽ അതിൽ പറയാനുള്ളത് അൽ മദ്മളതു വൽ ഇസ്തിൻഷാഖ്. എന്താണ് മദ്മളത്ത് എന്ന് പറഞ്ഞാൽ? മദ്മളത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിൽ വെള്ളമെടുത്ത് വായയിലേക്ക് വെള്ളം പ്രവേശിപ്പിക്കുകയും നമ്മുടെ വായയുടെ മുഴുവൻ ഭാഗത്തേക്കും ആ വെള്ളം എത്തിക്കുകയും ചെയ്യുക. നമ്മുടെ വായയിൽ കയറ്റി ആ വെള്ളത്തെ ഒന്ന് ചുഴറ്റേണ്ടതുണ്ട്. വായയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കുക എന്നതാണ് മദ്മളത്തിന്റെ പൂർണ്ണമായ രൂപം. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ നാം വായയിലേക്ക് പകുതി വെള്ളമെടുത്തു, ബാക്കി പകുതി വെള്ളം മൂക്കിലേക്ക് വലിച്ചു കയറ്റുക. ഇസ്തിൻഷാഖ് എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റുന്നതിനാണ് എന്ത് പറയുക? അൽ ഇസ്തിൻഷാഖ് എന്ന് പറയുക. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ ഫസ്ലു ബൈനൽ മദ്മളതി വൽ ഇസ്തിൻഷാഖ്. ആദ്യം വായ കൊപ്പിളിക്കുക, പിന്നീട് വെള്ളമെടുത്ത് മൂക്കി ചീറ്റുക എന്നുള്ളത് അത് റസൂലിന്റെ സുന്നത്തല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒറ്റ കൈയെടുക്കുക, അതിൽ പകുതി വായയിലേക്കും ബാക്കി പകുതി മൂക്കിലേക്കും വലിച്ചു കയറ്റുക എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതുകൊണ്ട് അപ്രകാരം തന്നെ നാം അത് ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വലം യജിൽ ഫസ്ലു ബൈനൽ മദ്മളതി വൽ ഇസ്തിൻഷാഖ് ഫീ ഹദീസിൻ സ്വഹീഹിൻ അൽബത്ത. സ്വഹീഹായ ഒരു ഹദീസിലും ഇപ്രകാരം ആദ്യം മദ്മളത്ത്, ആദ്യം വായ കൊപ്പിളിക്കുക, പിന്നീട് വേറെ വെള്ളമെടുത്ത് മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക, അത് ഒരു സ്വഹീഹായ ഒരു ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബിയുടെ വുദൂഅ് പഠിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം, ثم أدخل يمينه في الإناء فمضمض واستنشق. അവിടെയും മദ്മളത്തും ഇസ്തിൻഷാഖും രണ്ടും ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ രണ്ടാമത് സംഭവിക്കുന്ന തെറ്റെന്താണ്? അൽ ഇസ്തിൻസാറു ബിൽ യമീൻ. ഇസ്തിൻസാർ എന്ന് പറഞ്ഞാൽ മൂക്കിലേക്ക് കയറ്റിയ വെള്ളം അത് ചീറ്റിക്കളയുക, അതിനാണ് എന്ത് പറയുക? ഇസ്തിൻസാർ എന്ന് പറയുക. അത് വലത് കൈ കൊണ്ട് ചീറ്റിക്കളയുക എന്നുള്ളത് അത് റസൂലിന്റെ സുന്നത്തിനെതിരാണ്. കാരണം നമ്മൾ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത് അതിന് ഇടത് കൈയാണ് ഉപയോഗിക്കേണ്ടത്. പല്ല് തേക്കുമ്പോൾ, അതുപോലെ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ, അങ്ങനെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ഇടത് കൈയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് മൂക്കിലേക്ക് കയറ്റേണ്ടത് വലത് കൈ കൊണ്ടാണ്, ആ വെള്ളം പുറത്തേക്ക് ചീറ്റിക്കളയേണ്ടത് ഇടത് കൈ കൊണ്ടാണ്. അതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അടുത്തതായി പറഞ്ഞു അൽ ഇസ്തിൻസാറു ബിദൂനി യദ്. കൈയില്ലാതെ ഒരാൾ മൂക്കിലേക്ക് വെള്ളം കയറ്റി എന്നിട്ട് കൈകൾ പ്രയോഗിക്കാതെ മൂക്ക് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ആ വെള്ളം പുറത്തേക്ക് കളയുക എന്നുള്ളത് അതും റസൂലിന്റെ സുന്നത്തിൽ വന്നിട്ടില്ലാത്ത കാര്യമാണ്. ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു വ്യക്തി മൂക്കിലേക്ക് വെള്ളം കയറ്റി എന്നിട്ട് അവൻ കൈകൾ പ്രയോഗിക്കാതെയാണ് ആ വെള്ളം പുറത്തേക്ക് കളഞ്ഞത്. അദ്ദേഹം അതിനെ എതിർക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് വഇന്നമാ യഫ്അലു ദാലിക അൽഹിമാർ, കഴുതകളാണ് അപ്രകാരം ചെയ്യാറുള്ളത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് എന്താണ് സുന്നത്ത്? ഒരു കൈയിൽ വെള്ളമെടുക്കുക, അത് പകുതി വായയിലേക്കും ബാക്കി പകുതി മൂക്കിലേക്കും വലിച്ചു കയറ്റുക. വലത് കൈ കൊണ്ടാണ് വലിച്ചു കയറ്റേണ്ടത്, എന്നിട്ട് ഇടത് കൈ കൊണ്ട് അത് പുറത്തേക്ക് കളയുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതാണ്. അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം നന്നായി വലിച്ചു കയറ്റുക എന്നുള്ളത്
അത് പ്രത്യേകം റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ബാലിഗ് ഫിൽ ഇസ്തിൻഷാഖ്, നിങ്ങൾ മൂക്കിലേക്ക് നന്നായി വെള്ളം വലിച്ചു കയറ്റുക. ഇല്ല അൻ തകൂന സായിമ, നോമ്പുകാരനായിരിക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആ വെള്ളം അത് ഉള്ളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിൽ നന്നായി മൂക്കിലേക്ക് വെള്ളം വലിച്ചു കയറ്റുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. അടുത്തത് മുഖം കഴുകുക. ഫഗ്സിലു വുജൂഹക്കും, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, നിങ്ങൾ നമസ്കരിക്കുന്നതിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിന് തയ്യാറെടുക്കുമ്പോൾ വുദൂഇന്റെ റുക്നുകൾ പറയുമ്പോൾ അതിൽ ആദ്യം പറയുന്നത് മുഖം കഴുകുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുഖം എന്നുള്ളതിൽ എന്തുപെടും? നമ്മൾ മുമ്പ് പറഞ്ഞ വായയും മൂക്കും അത് രണ്ടും മുഖത്തിൽപ്പെടും. അതുകൊണ്ട് തന്നെ അൽ മദ്മദതു വൽ ഇസ്തിൻഷാഖ്, വായ കൊപ്പിളിക്കുക, അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം വായയിൽ മുഖത്തിൽ പെടുന്ന കാര്യമാണെന്ത്? വായയും അതുപോലെ മൂക്കും എന്നത്. അപ്പോൾ മുഖം കഴുകുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില തെറ്റുകളുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഗസ്ലുൽ ജിഹത്തിൽ അമാമിയ്യതി മിനൽ വജ്ഹ് വതർകുൽ ജാനിബൈൻ, മുഖത്തിന്റെ മുൻഭാഗം നന്നായി കഴുകും, പക്ഷേ അതിന്റെ ഇരുവശങ്ങൾ അത് കഴുകാതെ പോകുന്ന ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള പ്രവണത അത് നാം ധാരാളമായി കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് മുഖം എന്ന് പറഞ്ഞാൽ എന്താണ്, മുഖത്തിന്റെ വീതി എന്താണ്, മുഖത്തിന്റെ നീളം എന്താണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി വിശദീകരിച്ചതായി കാണാം. എന്താണ് മുഖത്തിന്റെ വീതി എന്ന് പറയുന്നത്? അവിടുന്ന് പറയുന്നു, മാ ബൈന ശഹ്മതൈ അൽ ഉദുനൈൻ, നമ്മുടെ രണ്ട് ചെവിക്കുറ്റികൾ, ഒരു ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി വരെ, ഇതാണ് മുഖത്തിന്റെ വീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ഭാഗം അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. പല ആളുകളും നനയാതെ പോകുന്ന സ്ഥലമാണ് ഈ ചെവിയുടെ ഈ ഭാഗം. അതുകൊണ്ട് രണ്ട് ചെവിക്കുറ്റികൾ മുതൽ, ഒരു ചെവിക്കുറ്റി മുതൽ അടുത്ത ചെവിക്കുറ്റി വരെ, അതാണ് മുഖത്തിന്റെ വീതി എന്ന് പറയുന്നത്. മുഖത്തിന്റെ നീളം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു തലമുടി മുളക്കുന്ന സ്ഥലം, ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അവന് തലമുടി എവിടെ നിന്നാണോ മുളക്കുന്നത് അവിടെ മുതൽ, അതിന്റെ അർത്ഥം ഒരാൾക്ക് മുടിയില്ല എന്ന് വിചാരിക്കുക, അയാൾക്ക് നെറ്റിയിൽ അദ്ദേഹത്തിന്റെ നെറ്റി കുറെ കയറിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ മുടി പകുതി മുതലാണ് ആരംഭിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹം ഇവിടെ മുതൽ കഴുകേണ്ടതില്ല, മറിച്ച് പൊതുവെ ഒരു വ്യക്തിക്ക് എവിടെ നിന്നാണ് മുടി മുളക്കുന്നത് അവിടെ മുതൽ താടി വരെയാണ് മുഖത്തിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം താടിയുള്ളവരാണെങ്കിൽ പുരുഷന്മാർ അവർ താടി വെക്കേണ്ടതാണ്, അത് നിർബന്ധമാണ് എന്നതാണ് 4 മദ്ഹബിന്റെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയുള്ളവരാണെങ്കിൽ താടിയുടെ അറ്റം വരെ അവരെന്താക്കണം? അത് കഴുകേണ്ടതുണ്ട്. ഇനി താടിയെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ്, താടി എന്നുള്ളത് 2 രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് എന്താണ്? അൽ-ലിഹ്യത്തുൽ ഖഫീഫ, നേരിയ താടി. അപ്പൊ താടി അതിനെ നമ്മൾ തീരുമാനിക്കുന്നത് അതിന്റെ വലിപ്പം കൊണ്ടല്ല, മറിച്ച് അൽ-ലിഹ്യത്തുൽ ഖഫീഫ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു വ്യക്തിയുടെ ആ താടി രോമങ്ങൾക്ക് ഉള്ളിലൂടെ അല്ലെങ്കിൽ പുറമേ നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിന്റെ തൊലി കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ താടി അൽ-ലിഹ്യത്തുൽ ഖഫീഫയാണ്, നേരിയ താടിയാണ്. എന്നാൽ രണ്ടാമത്തെ രൂപമുണ്ട്. രണ്ടാമത്തെ രൂപം എന്താണ്? അൽ-ലിഹ്യത്തുൽ കഫീഫ, അഥവാ തിങ്ങിയ താടിയുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ തൊലിയൊന്നും കാണുന്നില്ല, അങ്ങനെയുള്ള താടികളുണ്ട്. എന്നാൽ ഇതിൽ പണ്ഡിതന്മാർ പറയുകയാണ്, ഒന്നാമത്തെ വിഭാഗം ആളുകൾ, നേരിയ താടിയുള്ള ആളുകൾ, അവരെന്ത് ചെയ്യണം? അവരുടെ താടിയുടെ ഉൾഭാഗവും ആ തൊലിയും അവരെന്താക്കേണ്ടതുണ്ട്? നനയ്ക്കേണ്ടതുണ്ട്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ, തിങ്ങിയ താടിയുള്ള ആളുകൾ, അവരെന്താക്കേണ്ടതില്ല, അവരുടെ ഉള്ളിലേക്ക് ചെടികൾ നിർബന്ധമല്ല, അവർക്ക് എന്ത് ചെയ്താൽ മതി? വെള്ളമെടുത്ത് താടിയുടെ പുറം ഭാഗം ഇങ്ങനെ ചീകിയാൽ മതിയാകുന്നതാണ്. അതുകൊണ്ട് മുഖം കഴുകുന്ന സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ആ ഭാഗം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ മുഖത്തിന്റെ വീതിയും അതിന്റെ നീളവും നാം മനസ്സിലാക്കുക. ഇനി ചില ആളുകൾ മുഖം കഴുകുമ്പോൾ അവർ മുഖത്തേക്ക് വെള്ളമെടുത്ത് ഇങ്ങനെ അടിക്കാറാണുള്ളത്, മുഖം കഴുകാറില്ല. മുഖം കഴുകുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുഖം അത് കൈകൾ കൊണ്ട് ഉരച്ച് കഴുകുക, മുഖം ഇങ്ങനെ വെള്ളമെടുത്ത് അടിക്കലല്ല എന്ന് പ്രത്യേകം ഉണർത്തിയതായി കാണാം. അടുത്തതാണ് വഅയ്ദിയകും ഇലൽ മറാഫിഖ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ
മുട്ടുവരെ കൈകൾ കഴുകുക. ഇവിടെ മുട്ടുവരെ എന്ന് പറഞ്ഞാൽ കൈമുട്ടും അതിൽ ഉൾപ്പെടുന്നതാണ്. കൈമുട്ടുൾപ്പെടെ എന്ത് ചെയ്യുക? നാം കഴുകുക. ഇത് വുദൂഇന്റെ റുക്നാണ്. ഇത് കഴുകാത്ത ആളുകൾക്ക് അവരുടെ വുദൂ ശരിയാവുകയില്ല. കൈ കഴുകുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ എന്താണ്? ഒന്നാമത്തേത് അദമു തഅമീമിൽ മാഇ ലിൽ യദി കുല്ലിഹാ. കൈ കഴുകുക എന്ന് പറയുമ്പോൾ എവിടെയാണ് അതിന്റെ തുടക്കം? എവിടെയാണ്? വിരലുകളുടെ അറ്റം മുതൽ നമ്മുടെ കൈമുട്ടുൾപ്പെടെ കഴുകേണ്ടതുണ്ട്. കാരണം ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ അവർ വുദൂഇന്റെ തുടക്കത്തിൽ കൈപ്പറ്റി കഴുകിയിട്ടുണ്ട്. പിന്നീട് മുഖം കഴുകിയതിന് ശേഷം അവർ കൈ കഴുകുമ്പോൾ കൈപ്പറ്റി കഴുകില്ല. പിന്നെന്ത് ചെയ്യും? കൈ തണ്ട മാത്രം കഴുകുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വുദൂ എടുക്കുമ്പോൾ കൈ മുട്ടുൾപ്പെടെ കഴുകുക എന്ന് പറഞ്ഞാൽ കൈയുടെ വിരലിന്റെ അറ്റം മുതൽ കൈ മുട്ടുൾപ്പെടെ കഴുകേണ്ടതുണ്ട്. ഇനി പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ചില ആളുകൾ അവർ കൈ കഴുകും, കൈ തണ്ട് കഴുകും, പക്ഷേ കൈ മുട്ട് കഴുകിയിട്ടുണ്ടാവില്ല. എന്താണ് കാരണം? അവരുടെ വസ്ത്രം, ടൈറ്റുള്ള വസ്ത്രം ധരിച്ചു വരുന്ന ആളുകൾ അത് പൊന്തിക്കാത്തത് കാരണത്താൽ അങ്ങനെ കൈമുട്ട് നനയാത്ത ആളുകളുണ്ട്. അതും വുദൂഇൽ സംഭവിക്കുന്ന വലിയൊരു പിഴവാണ്. കാരണം വുദൂഇൽ കൈമുട്ട് ഉൾപ്പെടെ കഴുകാത്തവന്റെ വുദൂ എന്നല്ല, സ്വഹീഹല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ തഖ്ലീലുൽ അസാബിഅ എന്ന് പറഞ്ഞാൽ വിരലുകൾക്കിടയിൽ ഇടതൂർന്ന് കഴുകുക. നമ്മൾ കൈ കഴുകുമ്പോൾ വിരലുകൾക്കിടയിൽ ഇടതൂർന്ന് കഴുകുക. ഇത് ഒരു വ്യക്തി അവൻ വുദൂ എടുക്കുന്ന സന്ദർഭത്തിൽ അവൻ പൈപ്പിന്റെ അടിയിൽ കൈവച്ചു, അവന്റെ കൈന്റെ വിടവുകളെല്ലാം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് എന്തല്ല, കൈകൾ ഇടതൂർന്ന് കഴുകുക എന്നത് നിർബന്ധമായ കാര്യമല്ല. എന്നാൽ ഇങ്ങനെ കഴുകിയാൽ മാത്രമേ അവിടെ വെള്ളം എത്തൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? തഖ്ലീലുൽ അസാബിഅ, കൈകൾ ഇടതൂർന്ന് കഴുകണം. പ്രത്യേകിച്ച് ശരീരം തടിയുള്ള ആളുകളുടെ വിരലുകളുടെ ഇടയിൽ വെള്ളം എത്താൻ പ്രയാസമാണ്. അത്തരത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? ഇടതൂർന്ന് കൈകൾ കഴുകേണ്ടതുണ്ട്. അത്തരക്കാരെ സംബന്ധിച്ച് അത് നിർബന്ധമാണ് തഖ്ലീലുൽ അസാബിഅ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായി വംസഹു ബിറുഊസികും, തല തടവുക എന്നുള്ളതാണ്. തല തടവുന്നതുമായി ബന്ധപ്പെട്ട് വുദൂ എടുക്കുന്ന ആളുകളിൽ സംഭവിക്കാവുന്ന തെറ്റുകളുണ്ട്. ഒന്നാമത്തേത് മസ്ഹുർ റഅസി അക്സറു മിൻ മർറ, ഒന്നിലധികം തവണ തല തടവുക. അതെന്താണ്? അത് തെറ്റാണ്. ഒരു തവണ തടവുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതാണ് മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ചില ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലിന്റെ വുദൂ എങ്ങനെയായിരുന്നു എന്ന് താങ്കൾ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ? അങ്ങനെ അദ്ദേഹം റസൂലിന്റെ വുദൂ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം തല തടവുന്ന രൂപം ഹദീസുകളിൽ നമുക്ക് കാണാം. ثم أدخل يده فمسح رأسه فأقبل بهما وأدبر مرة واحدة. ഒരു തവണയാണെന്ന് അദ്ദേഹം നബിയുടെ വുദൂ ആയി പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒറ്റ തവണയാണ് തല തടവിയിട്ടുള്ളത് എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം. ഒരു തവണ തടവുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വസ്സഹീഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യുകർരിർ മസ്ഹ റഅസിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തല പല തവണകളായി തടവിയിട്ടില്ല, മറിച്ച് ഒറ്റ തവണയാണ് അത് തടവിയിട്ടുള്ളത്. അതാണ് ശരിയായത് എന്ന് അദ്ദേഹം അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ 3 തവണ തടവുക എന്നുള്ളത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമല്ല. ചില ആളുകൾ അവർ തലയുടെ മുൻഭാഗം 3 തവണ തടവും. അത് റസൂലിന്റെ തടവലല്ല, മറിച്ച് പോലെ തന്നെ മസ്ഹുർ റഅസി ബിയദിൻ വാഹിദത്തിൻ, ഒരു കൈ കൊണ്ട് തല തടവുക എന്നുള്ളതും തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണുന്നത് 2 കൈകൾ ഉപയോഗിച്ച് തലയുടെ മുൻഭാഗത്ത് നിന്ന് പിറകോട്ട് പോവുകയും ആ പിറകിൽ നിന്ന് എവിടെയാണോ ആരംഭിച്ചത് അവിടേക്ക് വീണ്ടും മടക്കിക്കൊണ്ടുവരികയും ചെയ്തു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് 2 കൈകൾ ഉപയോഗിച്ചാണ്
തല തടവേണ്ടത്. അതുപോലെ തന്നെ തല തടവുമ്പോൾ ആരംഭിക്കേണ്ടത് എവിടെയാണ്? തുടക്കത്തിൽ നിന്നാണ്. ചില ആളുകൾ പിറകിൽ നിന്ന് മുൻപോട്ടേക്ക് തുടങ്ങും, പിന്നീട് പിറകിലേക്ക് പോകും. അത് ശരിയല്ല, അതും നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തല തടവേണ്ടത് ഒരു പ്രാവശ്യമാണ്. തലയുടെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ തടവിയാൽ പോരാ, തല മുഴുവൻ തടവലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് നാം മനസ്സിലാക്കുക. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വലം യസിഹ അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ വാഹിദുൻ അന്നഹു ഇഖ്തസറ അലാ മസ്ഹി ബഅദി റഅസിഹി അൽബത്ത. നബി തലയുടെ ചില ഭാഗങ്ങൾ മാത്രമേ തടവിയിട്ടുള്ളൂ എന്നറിയിക്കുന്ന ഒരു ഹദീസ് പോലും റസൂലിൽ നിന്ന് സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇമാം ഹാഫിദ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തത് ചെവി തടവുന്നതുമായി ബന്ധപ്പെട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഉദുനാനി മിനർ റഅസ്. രണ്ട് ചെവികളും അത് തലയിൽപ്പെട്ടതാണ്. അതിന്റെ അർത്ഥം ചെവി എന്താണ്? തലയെപ്പോലെ തന്നെ തടവേണ്ടതാണ്. അതുപോലെ തന്നെ ചെവി ഒറ്റ പ്രാവശ്യമാണ് തടവേണ്ടത്. അത് രണ്ടും ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറ്റുന്ന ചില പിഴവുകൾ എന്താണ്? ഒന്നാമത്തേത്, ചെവി തടവാനായി പുതിയ വെള്ളം എടുക്കുക എന്നുള്ളത്. അതിന്റെ ആവശ്യമില്ല. തല തടവിയതിന്റെ ബാക്കി വെള്ളം തന്നെ എടുത്താൽ മതിയാകുന്നതാണ്. അതുപോലെ ഒന്നിലധികം തവണ ചെവി തടവുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വലാ യുസന്നു മസ്ഹുൽ ഉലുഖ് വഹുവ ഖൗലു ജുംഹൂരിൽ ഉലമ. ഇവിടെ വേറൊരു കാര്യമാണ് പറയുന്നത്. എന്താണ്? കഴുത്ത് തടവുക. ചില ആളുകൾ വുദു എടുക്കുന്ന സന്ദർഭത്തിൽ കഴുത്ത് തടവാറുണ്ട്. അതെന്തല്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വലാ അഖ്ദു മാഇൻ ജദീദിൻ ലിൽ ഉദുനൈൻ. വുദു എടുക്കുന്നതിന് വേണ്ടി ചെവി തടവുന്നതിന് വേണ്ടി പുതിയ വെള്ളം എടുക്കുക എന്നുള്ളതും റസൂലിന്റെ സുന്നത്തിൽ പെട്ടതല്ല. മറിച്ച് തല തടവാനെടുത്ത അതേ വെള്ളം, ആ വെള്ളത്തിന്റെ ബാക്കി കൊണ്ട് തന്നെ ചെവിയും തടവാവുന്നതാണ്. ഇനി ചെവി തടവേണ്ടത് എങ്ങനെയാണ്? ഹദീസുകളിൽ നമുക്ക് കാണാം, ثم مسح برأسه وأذنيه باطنهما بالسباحتين. സബ്ബാഹത്ത് എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരലിലാണ് പറയുക. സബ്ബാഹത്ത് എന്നും പറയും. അതുപോലെ അൽ മുസബ്ബിഹ എന്നും ഈ വിരലിന് പേരുണ്ട്. അപ്പോൾ ചെവിയുടെ ഉൾഭാഗം തടവേണ്ടത് ചൂണ്ടുവിരൽ കൊണ്ടാണ്. ചെവിയുടെ ഉൾഭാഗം ചൂണ്ടുവിരൽ കൊണ്ടും ചെവിയുടെ പുറം ഭാഗം വവാഹിരിഹിമ ബിഇബ്ഹാമൈഹി തള്ളവിരൽ കൊണ്ട് ചെവിയുടെ പുറം ഭാഗവും തടവുക. ഒറ്റത്തവണയാണ് തടവേണ്ടത്. അവസാനമായി വുദൂഇന്റെ അവസാനത്തെ അവയവമാണ് വഅർജുലകും ഇലൽ കഅബൈൻ. നിങ്ങൾ നെരിയാണി ഉൾപ്പെടെ കാലുകൾ കഴുകുക. കാല് കഴുകുക എന്നുള്ളത് വുദൂഇന്റെ റുക്നാണ്. അത് പൂർണ്ണമായി നിർവഹിക്കാത്തവർക്ക് അവരുടെ വുദൂ ശരിയാവുകയില്ല. ഇവിടെ സംഭവിക്കുന്ന ഒന്നാമത്തെ പിഴവെന്താണ്? ഇഹ്മാലു ഗസ്ലിൽ കഅബൈൻ. കാലിന്റെ നെരിയാണി, കണങ്കാൽ, അത് പൂർണ്ണമായും കഴുകാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് കഅബൈൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കാലിന്റെ രണ്ട് ഭാഗത്തേക്കും മുഴച്ചു നിൽക്കുന്ന ഈ എല്ലിനാണ് അൽ കഅബൈൻ എന്ന് പറയുക. നെരിയാണി എന്ന് പറയും. ഇത് മുഴുവനായും നനയേണ്ടതുണ്ട്. അത് പൂർണ്ണമായും നനയേണ്ടതുണ്ട്. രണ്ടാമത്തേത് ഇഹ്മാലു അസ്ലുൽ അഖിബൈൻ. അഖിബൈൻ എന്ന് പറഞ്ഞാൽ പിന്നിലുള്ള എല്ലിനാണ്, അഥവാ നമ്മൾ മടമ്പ് എന്ന് പറയാറുണ്ട്. ഈ ഭാഗത്തിനാണ് അൽ അഖിബ് എന്ന് പറയുക. ഈ ഭാഗവും നനയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, വൈലുൽ ലിൽ അഅഖാബി മിനൻ നാർ. നരകത്തിൽ നിന്നുള്ള ചില മടമ്പുകാലുകൾക്ക് നാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അഥവാ ഒരു വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാനിടയായി. അദ്ദേഹം വുദൂ എടുത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലിന്റെ മടമ്പിൽ ചെറിയ ഭാഗം അവിടെ വെള്ളം എത്തിയിട്ടില്ല. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് വിളിച്ചു പറയുന്നത്.
വുദൂഇൽ കാല് കഴുകുമ്പോൾ സംഭവിക്കുന്ന രണ്ട് പിഴവുകളാണ് നാം പറഞ്ഞത്. നെരിയാണിയും അതുപോലെ മടമ്പും, ഇത് രണ്ടും വെള്ളം എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം കൈകൾ കഴുകുന്ന സന്ദർഭത്തിൽ സൂചിപ്പിച്ച കാര്യം, കാൽവിരലുകൾക്കിടയിലും എന്തെത്തണം? വെള്ളം എത്തണം. ഇനി വെള്ളം എത്തുന്നില്ല എങ്കിൽ നമ്മൾ വുദൂ എടുക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കാൽവിരലുകൾ വിടർത്തിപ്പിടിച്ച് നാം പൈപ്പിന്റെ അടിയിൽ വെച്ചാൽ അവിടെയൊക്കെ വെള്ളം എത്തുന്നുവെങ്കിൽ നമുക്ക് എന്താക്കേണ്ടതില്ല, ആ വിരലുകൾക്കിടയിൽ കൈവിരലിട്ട് കഴുകേണ്ട ആവശ്യമില്ല. എന്നാൽ നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവിടെ വെള്ളം എത്തുന്നില്ല എന്നാണെങ്കിൽ തടിച്ച ശരീരപ്രകൃതിയുള്ള ആളുകൾ, അവരുടെ വിരലുകൾക്കിടയിൽ വെള്ളം എത്തണമെങ്കിൽ എന്ത് വേണ്ടി വരും? അതിൻ്റെ ഇടയിൽ വിരൽ പ്രവേശിപ്പിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇടത് കൈ ഉപയോഗിച്ചുകൊണ്ട് കാലിന്റെ വിരലുകൾക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം എത്തിക്കുക തന്നെ വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വുദൂഇന്റെ രൂപം അൽഹംദുലില്ലാഹ് കഴിഞ്ഞു. ഇനി വുദൂഉമായി ബന്ധപ്പെട്ട് ബാധിക്കുന്ന ചില തെറ്റുകളുണ്ട്. ഒന്നാമത്തേത് അൽ ഇസ്റാഫു ഫിൽ വുദൂ. വുദൂ ചെയ്യുന്ന സന്ദർഭത്തിൽ അനാവശ്യമായി വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുദൂഇനെ കുറിച്ച് അവിടുന്ന് പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യതവദ്ദഉ ബിൽ മുദ്. റസൂലുള്ള ഒരു മുദ് ഉപയോഗിച്ചാണ് വുദൂ എടുത്തത്. ഒരു മുദ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുക്കാൻ പറ്റുന്ന അളവ്, അത്രയും വെള്ളം ഉപയോഗിച്ചായിരുന്നു റസൂലുള്ള വുദൂ ചെയ്തിരുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ സഅദ് ബിൻ അബി വഖാസ് അദ്ദേഹത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. അദ്ദേഹം വുദൂ ചെയ്യുകയാണ്. റസൂലുള്ള അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഹാദ സറഫ്, എന്താണ് ഈ ദൂർത്ത്? അദ്ദേഹം വുദൂ എടുക്കുകയാണ്, എന്താണ് ഈ ദൂർത്ത് എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, അഫിൽ വുദൂഇ ഇസ്റാഫുൻ, റസൂലെ വുദൂഇലും ദൂർത്തുണ്ടോ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, നഅം, അതെ. വഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, നീ ഒരു ഒഴുകുന്ന പുഴയിൽ നിന്നാണ് വുദൂ ചെയ്യുന്നതെങ്കിലും അവിടെയും എന്തുണ്ട്? ദൂർത്തുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് മാത്രം അത്ര ഉപയോഗിക്കുക, അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് റസൂലുള്ള ഒരു മുദ്ദാണ് ഉപയോഗിച്ചത്. എന്നാൽ നമുക്ക് അതിൽ കൂടുതൽ ആവശ്യമായി വരികയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്നതിൽ എന്തില്ല? തെറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? അനാവശ്യമായി വെള്ളം കളയാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പൈപ്പുകളിൽ നിന്ന് വുദൂ എടുക്കുമ്പോൾ ധാരാളം വെള്ളം അത് അനാവശ്യമായി പോകുന്നുണ്ട് എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് അസ്സിയാദാതു അലാ സലാസി ഗസലാത്തിൻ. വുദൂഇന്റെ അവയവങ്ങൾ കഴുകേണ്ടത് 3 തവണയാണ്. തലയും ചെവിയും അത് 1 തവണ തടവുക, ബാക്കിയുള്ളതെല്ലാം 3 തവണയാണ്. അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഒരിക്കൽ ഒരു അഅറാബി റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് റസൂലിനോട് അവിടുത്തെ വുദൂഇനെ കുറിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ റസൂൽ വുദൂ ചെയ്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹാദൽ വുദൂ, ഇതാണ് വുദൂ. എന്നിട്ട് പറയുകയാണ്, ഫമൻ സാദ അലാ ഹാദാ, ആരെങ്കിലും ഇതിനെ അധികരിപ്പിച്ചാൽ അഥവാ 3 എണ്ണത്തിൽ കൂടുതൽ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫഖദ് അസാഅ ഔ തഅദ്ദ ഔ ളലമ, അവരെന്തായിരിക്കുന്നു? അവൻ മോശമായി ചെയ്തിരിക്കുന്നു, അവൻ പരിധി വിട്ടിരിക്കുന്നു, അവൻ അക്രമം ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 3 തവണയാണെന്ത്? വുദൂഇന്റെ അവയവങ്ങൾ കഴുകേണ്ടത്. ഇനി വുദൂ എടുക്കുമ്പോൾ 1 തവണ കഴുകാം. എല്ലാ അവയവങ്ങളും ഓരോ തവണ കഴുകി വുദൂ ചെയ്യാം, ശരിയാണ്, വുദൂ സഹീഹാൻ. 2 തവണ കഴുകി ചെല്ലാം, അതും സഹീഹാൻ. 3 തവണ ഓരോ അവയവങ്ങളും 3 തവണ കഴുകാം, അതും ശരിയാണ്. ഇതെല്ലാം റസൂൽ നിർവഹിച്ച കാര്യമാണ്. റസൂലുള്ള 1 തവണ മാത്രം കഴുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ വെള്ളം ഉണ്ടാവുകയില്ല. ആ സന്ദർഭത്തിൽ എല്ലാ അവയവങ്ങളും 1 തവണ മാത്രം കഴുകാം. ഇനി മുഖം 3 തവണ കഴുകി, കാല് 2 തവണ കഴുകാം, അങ്ങനെയുമാകാം. അതിലൊന്നും എന്തില്ല? വിരോധമില്ല. പക്ഷേ 3-ലധികമാകാൻ പാടില്ല. അപ്പോൾ 1 തവണ കഴുകുക എന്നുള്ളത് അത് വാജിബാണ്, നിർബന്ധമാണ്. 2ഉം 3ഉം കഴുകുക എന്നുള്ളത് അത് സുന്നത്താണ്. 3-ലധികം കഴുകുക എന്നുള്ളതോ അത് പാടില്ലാത്ത കാര്യമാണ്. ഇതാണ് വുദൂഇന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ചില പണ്ഡിതന്മാർ, ഇമാം അഹ്മദും
അതുപോലെ ഇസ്ഹാഖ് ബിൻ റാഹവൈ, അതുപോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ 3-ലധികം കഴുകുന്നത് അത് ഹറാമാണ് എന്നുവരെ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ആ കാര്യം നാം ശ്രദ്ധിക്കുക. അടുത്തത്, വുദൂഇന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ തർത്തീബ് ഉണ്ടായിരിക്കണം, ക്രമം പാലിക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ക്രമമുണ്ട്. എന്താണ് ആദ്യം പറഞ്ഞത്? ഫഗ്സിലൂ വുജൂഹക്കും, മുഖമാണ്, പിന്നീട് കൈയാണ്. അങ്ങനെ ആ ക്രമത്തിൽ തന്നെ നമ്മൾ എന്താക്കണം? വുദൂ അതിന്റെ അവയവങ്ങളിൽ ക്രമം പാലിക്കേണ്ടതുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ അവയവങ്ങൾ തമ്മിൽ ക്രമം പാലിക്കണം. എന്നാൽ ഒരേ അവയവമാണെങ്കിലോ 2 അവയവമുള്ളതുണ്ടാവും. ഇപ്പൊ 2 കൈയുണ്ട്, 2 കാലുണ്ട്. ഇങ്ങനെ 2 അവയവങ്ങൾ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം വലത് കഴുകാം. ഇനി ഒരാൾ അറിയാതെ ഇടത് കാല് കഴുകിപ്പോയി എന്ന് വിചാരിക്കുക, അവരെന്താക്കേണ്ടതില്ല, മാറ്റിയെടുക്കേണ്ടതില്ല. കാരണം 2 അവയവമുള്ളത്, അതിൽ അവനെന്ത് ചെയ്യാം? ഒന്നുകിൽ ആദ്യം വലത് കഴുകാം, അല്ലെങ്കിൽ ഇടത് കഴുകാം. അതിലെന്തില്ല, അത് അവന്റെ വുദൂഇനെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൂടുതലായും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യം വലത് അവയവം കഴുകി എന്നുള്ളതാണ്. അതുകൊണ്ട് നാം വലത് തന്നെ മുന്തിക്കുക. ഇനി ഒരാൾ ആദ്യം ഇടത് കഴുകിപ്പോയി എന്നതുകൊണ്ട് അയാളുടെ വുദൂ എന്താവുകയില്ല, അത് ബാത്തിലാവുകയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ തർത്തീബ് വേണം. അടുത്തതായി അൽ മുവാലാത്ത്. മുവാലാത്ത് എന്ന് പറഞ്ഞാൽ തുടർച്ചയുണ്ടാകണം. ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും തുടർച്ച വേണം. ഒരാൾ കൈ കഴുകി, അയാൾ ബാക്കി വീട്ടിൽ നിന്ന് വുദൂ എടുക്കുകയാണ്, മുഖം കഴുകി, ഇനി ബാക്കി പള്ളിയിൽ പോയിട്ടാക്കാം എന്ന് പാടില്ല. മുവാലാത്ത് വേണം, തുടർച്ച വേണം. എന്താണ് തുടർച്ചയുടെ അതിന്റെ നിബന്ധനയായി പണ്ഡിതന്മാർ പറയുന്നത്? നീ വുദൂ എടുത്തു, നീ മുഖം കഴുകി, അങ്ങനെ ആ അവയവം ഉണങ്ങാൻ പാടില്ല. അതിന്റെ മുൻപ് എന്ത് ചെയ്യണം? അടുത്ത അവയവം കഴുകണം. എന്നാൽ വളരെ ചൂടുള്ളൊരു അന്തരീക്ഷമാണെന്ന് വിചാരിക്കുക, അത്തരം സന്ദർഭങ്ങളിൽ എന്തുണ്ട്? ഇളവുണ്ട്. അതുപോലെ ഒരാൾ വുദൂ എടുക്കുകയാണ്, അതിന്റെ ഇടയിൽ ഒരാൾ വന്നു സലാം പറഞ്ഞു. അപ്പോൾ വഅലൈക്കും അസ്സലാം, സലാം മടക്കി അല്പം ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താ, ചിലപ്പോൾ വുദൂവിന്റെ ആ അവയവം കുറച്ച് ഉണങ്ങിയിട്ടുണ്ടാവും, അതെന്താകുന്നില്ല, അത് പ്രശ്നമല്ല. എന്നാൽ ഒരാൾ വുദൂവിന്റെ അവയവത്തിനിടയിൽ ദീർഘമായ അതിന്റെ ഇടയിൽ വലിയ ഗ്യാപ്പ് വരികയാണെങ്കിൽ അവന്റെ മുവാലാത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെന്ത് ചെയ്യണം? വുദൂ തുടക്കം മുതൽ വുദൂ എടുക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല. റസൂലുള്ള അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞത്? നീ കാല് കഴുകി വന്നു നമസ്കരിച്ചോ എന്നല്ല, മറിച്ച് എന്താണ് പറഞ്ഞത്? വുദൂ ആദ്യം മുതൽ തന്നെ എടുക്കണം. കാരണം അവിടെ എന്തായിട്ടുണ്ട്? മുവാലാത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ അടുത്തതായി ശ്രദ്ധിക്കേണ്ടതാണ് വുദൂഇന്റെ അവയവങ്ങൾ. ആ അവയവങ്ങളിൽ വെള്ളം എത്താൻ തടസ്സമാകുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെൺകുട്ടികൾ അവരവരുടെ നഖത്തിന്മേൽ ചില പോളിഷ് ചെയ്യാറുണ്ട്. അതെന്താക്കുന്നില്ല, വെള്ളത്തെ അവിടെ എത്തിക്കുന്നില്ല. അത് പ്രത്യേകം പണ്ഡിതന്മാർ ഉണർത്തിയതായി കാണാം. അത്തരത്തിലുള്ള വുദൂഇന് തടസ്സമാകുന്ന ഒന്നും നമ്മുടെ വുദൂഇന്റെ അവയവങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. വെള്ളം നമ്മുടെ തൊലിയിലേക്ക് സ്പർശിക്കേണ്ടതുണ്ട്. എന്നാൽ ഒരാൾ മുറിവ് കാരണമായി മറ്റതൊക്കെ കെട്ടുകയാണെങ്കിൽ അതിന്റെ ഹുക്മ് വേറെയാണ്, അവൻ അവിടെ തടവിയാൽ മതിയാകുന്നതാണ്. അടുത്തതായി വുദൂഇന്റെ അവയവങ്ങൾ, ഓരോ അവയവം കഴുകുമ്പോഴും പ്രത്യേകമായ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ചില ആളുകൾ മുഖം കഴുകുമ്പോൾ എന്ത് പറയും? അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി യൗമ തബിയദ്ദുൽ വുജൂഹ്. അല്ലാഹുവേ, മുഖങ്ങളെ പ്രശോഭിക്കുന്ന ആ ഖിയാമത്ത് നാളിൽ, ആ ദിവസം എന്റെ മുഖത്തെ നീ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇനി കൈ കഴുകുമ്പോഴോ അല്ലാഹുമ്മ അഅതിനി കിതാബി ബിയമീനി യൗമൽ ഖിയാമ. അല്ലാഹുവേ, വലത് കൈയിൽ ഖിയാമത്ത് നാളിൽ എന്റെ കിതാബ് നീ നൽകണമേ. വഹാസിബിനി ഹിസാബൻ യസീറ. ഇങ്ങനെ ഓരോ അവയവം കഴുകുമ്പോഴും പ്രത്യേകമായ പ്രാർത്ഥനകൾ പറയുന്ന ആളുകളുണ്ട്. പണ്ടുള്ള ആളുകളൊക്കെ നിർവഹിച്ചിരുന്നു. ഇന്ന് അതുണ്ടോന്നറിയില്ല. എന്നാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടില്ല. ഇനി വുദൂഇന് ശേഷമുള്ള പ്രാർത്ഥന. വുദൂഇന് ശേഷം പ്രാർത്ഥന നിർവഹിക്കുന്ന സമയത്ത് കൈ ഉയർത്തേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തിയതായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ആ പ്രാർത്ഥന നാം നിർവഹിക്കുക. ആ പ്രാർത്ഥനയുടെ പ്രതിഫലം എന്താണ്? അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ലാ ഫുതിഹത് ലഹു
അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലു മിൻ അയ്യിഹാ ശാ. സ്വർഗ്ഗത്തിലെ 8 കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടുന്നതാണ്, അതിലേതിലൂടെയും അവന് പ്രവേശിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. ഇനി വുദൂവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, എപ്പോൾ വുദൂ ചെയ്താലും 2 റക്അത്ത് സുന്നത്ത് നമസ്കാരമുണ്ട്. എപ്പോൾ വുദൂ ചെയ്താലും 2 റക്അത്ത് നമസ്കാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യതവല്ലഉ ഫയുഹ്സിനു വുദൂഅഹു. മുസ്ലിമായ ഒരു വ്യക്തി അവൻ വുദൂ എടുക്കുകയാണ്, അവൻ നല്ല നിലയിൽ ആ വുദൂ പൂർത്തീകരിക്കുകയാണ്, എന്നിട്ട് ثم يقوم فيصلي ركعتين, എന്നിട്ട് അവൻ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. മുഖ്ബിലുൻ അലൈഹിമാ ബിഖൽബിഹി വവജ്ഹിഹി, അവൻ തന്റെ മുഖവും ഹൃദയവുമെല്ലാം അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് അത്രയും ഖുശൂഅോടുകൂടി അവൻ നമസ്കരിക്കുകയാണെങ്കിൽ ഇല്ലാ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗ്ഗം നിർബന്ധമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സുബ്ഹ് നമസ്കാര ശേഷം അദ്ദേഹം പള്ളിയിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, യാ ബിലാലു ഹദ്ദിസ്നി ബിഅർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം. താങ്കൾ മുസ്ലിമായതിനു ശേഷം അല്ലാഹുവിന്റെ പക്കൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന അമലേതാണ്, പ്രവർത്തനം ഏതാണ്? താങ്കൾ മുസ്ലിമായതിനു ശേഷം താങ്കൾക്ക് അല്ലാഹുവിന്റെ പക്കൽ ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുന്ന കർമ്മമായി താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഏതാണ്? എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. കാരണം താങ്കൾ സ്വർഗ്ഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന താങ്കളുടെ ചെരുപ്പടി ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വർഗ്ഗത്തിലാണ് എന്ന റസൂലിന്റെ ഉറപ്പാണ്. അപ്പോൾ താങ്കൾ ചെയ്ത പ്രവർത്തനം എന്താണ്? അദ്ദേഹം പറയുകയാണ്, അന്നീ ലം അതതഹർ തുഹൂറൻ, ഞാൻ എപ്പോൾ വുദൂ ചെയ്താലും ഫീ സഅതി ലൈലിൻ ഔ നഹാരിൻ, പകലാകട്ടെ രാത്രിയാകട്ടെ, ഞാൻ എപ്പോൾ വുദൂ ചെയ്താലും ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലീ അൻ ഉസല്ലിയ, ആ വുദൂ കൊണ്ട് ഞാൻ എനിക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും ഞാൻ അതുകൊണ്ട് നമസ്കരിക്കാറുണ്ട് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വുദൂ ചെയ്താൽ നമസ്കരിക്കുക. വുദൂഇന്റെ 2 റക്അത്ത് നമസ്കാരം എന്ന് പറയുന്നത് ആ സുന്നത്ത് നാം പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ അത് റസൂലിന്റെ സുന്നത്തിനോട് പൂർണ്ണമായും യോജിപ്പിക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട നമ്മിൽ നിന്ന് സംഭവിക്കാവുന്ന തെറ്റുകളെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.